ഹായ് ഗായ്സ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ നമ്മ നൈസായിട്ട് ഇവിടെ ഒരു എന്താ പറയാ പ്രൈവറ്റ് വില്ല എടുത്തിട്ടുണ്ട് ഗൈസ്. ആയിട്ടുണ്ട് ദേ ഗൈസ്, ഇതാണ് കാണുന്നത് സ്ഥലം. കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു സ്ഥലമാണ്. ഇത് എവിടെ? ആലുവേലല്ലേ? ആലുവേലാണ് ഗൈസ്. സ്ഥലത്തിന്റെ പേരെന്താ, ഓസ്റ്റേസ് അങ്ങനെ എന്താണ് ഗൈസ് ഇതിന്റെ പേര്. അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് ബാക്കി പരിപാടിക്ക് ആയിരിക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ. അപ്പൊ വീഡിയോ എല്ലാവരും ഫുള്ള് കാണാൻ മറക്കണ്ട, തോട്ടിന്റെ ഉള്ളിൽ പോയിട്ട് കാണാം ഗൈസ്. അപ്പൊ അങ്ങനെ നമ്മൾ നൈസായിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. നമുക്ക് വേണ്ടി സെറ്റപ്പ് ഒക്കെയാണ് ഒരുക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഓസ്റ്റേസ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഇവിടെ ഇതിന്റെ ഉള്ളിൽ കയറിയപ്പോ നൈസായിട്ട് ഇതേ നാരങ്ങ വെള്ളമൊക്കെ തന്നിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഉണ്ടാ ടേസ്റ്റ് ഉണ്ടാ? ഈ വീടിന്റെ അടുക്കള നോക്കുകയാണെങ്കിൽ ഫ്രിഡ്ജൊക്കെ വർക്കിംഗ് അല്ലേ നോക്കിയാലോ. അതെ ഗൈസ്, ഫ്രിഡ്ജും ഒക്കെ വർക്കിംഗ് ആണ്. അപ്പൊ ഗൈസ് നമുക്ക് എന്തായാലും ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആയിട്ട് കാണാം. അപ്പൊ അങ്ങനെ നമ്മളിത് വീടിന്റെ ഉള്ളിൽ കയറി വന്നപ്പോ തന്നെ നമുക്ക് ഇവിടുത്തെ റൂം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ. അതായത് നോക്കുകയാണെങ്കിൽ ഇത് നോക്കി നിങ്ങള് എന്തിട്ടത് കാണുന്നില്ലേ? ഇതിപ്പോ ഗൈസ് നല്ലൊരു ലക്ഷറി സെറ്റപ്പ് തന്നെ ആയിട്ടുണ്ട്. നോക്കി, AC വർക്കല്ലേ ഗൈസ്? ഹായ്, ഈ കാണാണ് ഞാൻ ഗൈസ്. ബെഡ്റൂം ഒക്കെ ഇങ്ങനെയൊക്കെ ചാട്ടി ഇങ്ങനെ എടുക്കും, ഒരു കുഴപ്പമില്ല സെറ്റപ്പ്. ഇന്ന് രാത്രി ഫുള്ള് ഞങ്ങൾ ഇവിടെയാ. ഓ പിന്നല്ല ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ ഔട്ടറും അതുപോലെ തന്നെ മുകളിലേക്ക് നോക്കും. മറ്റേ സ്റ്റുവേർട്ട് ലിറ്റിലെ പ്രാത വീടില്ലേ അതുപോലെ. ഇനി നമുക്ക് മേലെ പോവാം. ഓക്കെ ഗൈസ്, അപ്പൊ അങ്ങനെ നമ്മളിത് മേലേക്ക് കേറിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലാഷ് ലൈറ്റ് ഓൺ ആയില്ലല്ലോ. ഇതൊക്കെ സീനാവട്ടാ ഗൈസ്. മറ്റേ സ്റ്റുവേർട്ട് ലിറ്റിലെ വീട് പോലെ ഇല്ലേ ഇത്? നമുക്ക് സ്വിച്ച് ഒക്കെ ഇട്ട് നോക്കി നോക്കാം. ലൈറ്റൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ലൈറ്റൊക്കെ നമ്മൾ ഓൺ. ദൈവം അടുത്ത റൂം അത് തുറന്നേ. ലൈറ്റ് ഇട് ഗായ്സ്. എന്റെ ഗായ്സേ ലൈറ്റ് ഇല്ലേ? മാർഗ പ്രേത റൂമാ തുറന്നു. അടിയിൽ അവൻ അടിയിൽ. അപ്പൊ അങ്ങനെ നമുക്ക് ഈ വീടിന്റെ പുറത്തേക്ക് നോക്കി നോക്കട്ടെ. പുറത്തുനിന്ന് കാണാനുള്ള വ്യൂ എങ്ങനെയാ നമുക്ക് നോക്കി നോക്കാം. എന്റെ മോനെ നോക്കിയേ ഗൈസ്, ഇത്രയും പ്രീമിയം സെറ്റപ്പ് ഒക്കെ ഹോസ്റ്റേഴ്സ് ഉണ്ടാക്കിയൊന്നും വിചാരിച്ചില്ല അല്ലേ? സംഭവം സെറ്റപ്പ് ആയിട്ടുണ്ട്. ഫുഡിന്റെ പൂളിലേക്കാണ് ഗൈസ് പോകുന്നത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഡ്രസ്സൊന്ന് മാറാണ്ട്, ഡ്രസ്സൊക്കെ മാറിയിട്ട് ഷർട്ടൊന്നും ഇല്ലാണ്ട് വീഡിയോ എടുക്കാം. ഓക്കെ, എന്താടാ എന്തേ ഓഫ് ആക്കിയിട്ടില്ല? അതൊക്കെ ഓഫ് ആക്കി ഗൈസ്. അപ്പൊ എന്തായാലും പൂളിന്റെ അവിടെ പോവാം. അപ്പൊ അങ്ങനെ നമ്മളിത് നൈസായിട്ട് സ്വിമ്മിംഗ് പൂളിൽ എടുത്തെത്തിണ്ട്. നമ്മുടെ ഹോസ്റ്റലിൽ എല്ലാവരും നൈസായിട്ട് നീന്തി കുളിക്കണ്ടേ. സ്വിമ്മിംഗ് പൂളൊക്കെ എങ്ങനെ ഉണ്ടാ നീ പറയും? അടിപൊളിയുണ്ട്. സ്റ്റെപ്പാണ് കേസിൽ നമുക്ക് നൈസായിട്ട് ഇവിടുന്ന് ചാടാൻ പറ്റും. ചാടട്ടെ എന്താ അങ്ങനെ നമ്മുടെ ഹോസ്റ്റേഴ്സ് അവരുന്നത് നമുക്ക് പെപ്സി അതുപോലെ തന്നെ 7up ഒക്കെ വെച്ചിട്ടുണ്ടായി. പക്ഷെ എന്താ സംഭവം ചെയ്യുന്നത്, നൈസായിട്ട് ഞങ്ങളത് കുടിച്ചു കഴിഞ്ഞു ഗൈസ്. കാരണം ഇവിടെ സ്വിമ്മിംഗ് പൂൾ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാ. അപ്പൊ ആ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോട്ട് എണീറ്റ് വന്ന സമയത്താണെങ്കിൽ ആകെ ക്ഷീണമല്ലായിരുന്നു. അപ്പൊ നൈസായിട്ട് ഞങ്ങൾ ഡൈനിങ് ഹാളൊക്കെ നോക്കി ഭയങ്കര വലുതാണ്. പല കാര്യങ്ങളും ഇവിടെ നീ കാണാണ്ട് കേസ്. കുറെ കാര്യങ്ങൾ കാണിച്ചു തരാനുണ്ട്, കാണിച്ചു തരാം. ഇതപ്പോ അങ്ങനെ അപ്പൊ എന്തായാലും ഇവിടെ തീറ്റ നടക്കുന്നുണ്ട്, ഞാനും കൂടി തിന്നട്ടെ കേസ്. അപ്പൊ അങ്ങനെ ഇവിടെ കേസ്. അപ്പൊ അങ്ങനെ നമ്മുടെ ഹോസ്റ്റേഴ്സ് അടുക്കളയിൽ നോക്കുകയാണെങ്കിൽ ചിക്കൻ എവിടെ? അയ്യോ സോറി ഗൈസ്. ഇവിടത്തെ ഇവര് കുറച്ച് ചിക്കനും അതുപോലെ തന്നെ എന്താ പറയാ
ഐസ് ക്യൂബ് ഉണ്ട്, കുറെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേസ്. അപ്പൊ നമുക്ക് നൈറ്റ് കുക്ക് ചെയ്യാൻ വരെ നമ്മുടെ ഹോസ്റ്റേജ് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേസ്. അപ്പൊ പ്രീമിയം ആയിട്ട് നമുക്ക് എന്താ പറയാ, നല്ല പ്രീമിയം ആയിട്ടുള്ള സംഭവം തന്നെയാണ് കേസ്. ഇവിടെ എന്ത് നോക്കുകയാണെങ്കിൽ ബാത്റൂം വരെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ബാത്റൂം വരെ അത്രയും വൈബാണ്. ഡൈനിങ് ഹാളൊക്കെ കണ്ടില്ലേ കേസ്. അപ്പൊ ഇതാണ് വാഷ്റൂം. ഞാൻ കാണിച്ചു തരാം ജസ്റ്റ്. ഇത് നോക്കിയേ, ഞാൻ തന്നെയല്ലേ ഇത് കേസ്. ഇതൊക്കെയാണ് വാഷ്റൂം. നോക്കിയേ, ഏത് മൂടല്ലേ. അപ്പൊ എന്തായാലും ബാക്കി സാധനങ്ങൾ കാണിച്ചു തരാം.